ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അനഘാമിസാണ് മക്കളെ. എല്ലാവരും അടിപൊളിയായിട്ടും സെറ്റായിട്ടും പവർ ആയിട്ട് ഇരിക്കല്ലേ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ ഇന്ന് മിസ് ഇവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കോണ്ടന്റും ആയിട്ടാണ്. അപ്പൊ എന്താ കോണ്ടന്റിനായിരിക്കും നമ്മുടെ ഏത് ചാപ്റ്റർ? 11ാമത്തെ ചാപ്റ്ററിലെ ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷയ്ക്ക് ഒരു 8 മാർക്കിന്റെ എസ്സേക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ സോവിയറ്റ് യൂണിയനെ കുറിച്ചിട്ടും അതെങ്ങനെയാണ് ഡിസിൻറ്റഗ്രേറ്റ് ആയത്, അതിന്റെ കോൺസിക്വൻസസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. അപ്പൊ നമുക്ക് നോക്കാം, സോവിയറ്റ് യൂണിയനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, റെഡി അല്ലേ? യെസ്. പറയുന്ന കാര്യങ്ങൾ മക്കളെ ശ്രദ്ധിച്ച് കേൾക്കണേ. നോക്കിക്കേ, സോവിയറ്റ് യൂണിയൻ റീസൺ ഓഫ് ഡിസിൻറ്റഗ്രേഷൻ. എന്തുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റ് ആയി പോയത് നമുക്ക് നോക്കാം. നമ്മൾ ഇതിന്റെ മുന്നത്തെ ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, വേൾഡിലെ 2 പവർ ബ്ലോക്കുകളായിട്ടുണ്ടായിരുന്നതാണ് സോവിയറ്റ് യൂണിയനും അതേപോലെ അമേരിക്കയും. അങ്ങനെ ആ പവർ ബ്ലോക്കിൽ നിന്ന് ഒന്ന് പോവുകയാണ്, അതായത് സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്യുക, ഡിസിൻറ്റഗ്രേറ്റ് ആയി. അങ്ങനെ വേൾഡിലെ പവർ ബ്ലോക്ക് ആയിട്ട് വലിയൊരു സൂപ്പർ പവർ ആയിട്ട് ആര് മാറുന്നു? യൂണിപോളാർ ആയിട്ട് ആര് മാറുന്നു? അമേരിക്ക മാറുകയാണ്. അപ്പൊ എങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ അത്രത്തോളം അമേരിക്കനെ പോലെ തന്നെ അത്രക്കും ശക്തി ഉണ്ടായിരുന്ന, ആയുധബലം കൊണ്ടും എല്ലാം ശക്തി ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ USSR. അപ്പൊ എന്തുകൊണ്ടാണ് ഇവര് ഡിസിൻറ്റഗ്രേറ്റഡ് ആയി പോയി നമുക്ക് നോക്കാം. മക്കളെ ഒന്ന് നോക്കിക്കേ, ഇന്റേണൽ വീക്ക്നെസ്സസ് സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റഡ് ആയി പോകുന്നതിന് കാരണമായിട്ടുണ്ട്. മെയിൻ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോവിയറ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇന്റേണൽ വീക്ക്നെസ്സസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സോവിയറ്റ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇന്റേണലി വീക്ക്നെസ്സസ് ഉണ്ടായിരുന്നു. പിന്നെ ആളുകൾക്കിടയിൽ നാഷണലിസം വളർന്നു വന്നു. സൊവേണിറ്റി, അതായത് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് 15 റിപ്പബ്ലിക്ക് ചേർന്നതാണ്. അവർക്കിടയിൽ സ്വന്തമായിട്ട് മാറണം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പരമാധികാരം വേണം, ആ ഒരു തോട്ട് ജനങ്ങൾക്കിടയിൽ വളർന്നു വന്നു. ഗോർബച്ചേവ് കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, ഇതെല്ലാം നമ്മുടെ സോവിയറ്റ് യൂണിയന്റെ അധപതനത്തിന് കാരണമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സോവിയറ്റ് യൂണിയന്റെ, അഥവാ നമുക്ക് സോവിയറ്റ് യൂണിയന്റെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇന്റേണൽ വീക്ക്നെസ്സസ് നമുക്ക് നോക്കാം. അവർക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അഭിപ്രായ സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഒരൊറ്റ പാർട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്യൂറോക്രാറ്റ്സിന്റെ ഡോമിനേഷൻ, അവരുടെ ഒരു ആധിപത്യം, മേൽക്കോയ്മയാണ് ഉണ്ടായിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ അക്കൗണ്ടബിൾ ആവുന്ന പാർട്ടി ആയിരുന്നില്ല. പൊളിറ്റിക്കൽ കറപ്ഷൻ, ഇതൊക്കെ സോവിയറ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലുണ്ടായ ഇന്റേണൽ വീക്ക്നെസ്സസ് ആണ്. ആൻഡ് ഇനി സോവിയറ്റ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലുണ്ടായ ഇന്റേണൽ വീക്ക്നെസ്സസിലേക്ക് നമ്മൾ പോകുമ്പോൾ, എക്കണോമിക് സിസ്റ്റത്തിൽ ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടായിരുന്നു. ദെൻ ടെക്നോളജിക്കൽ ആയിട്ട് ഇവര് ആരെ വെസ്റ്റിനെ വെച്ച് നോക്കുമ്പം ബാക്ക്വേർഡ് ആയിട്ടുണ്ടായിരുന്നതാണ് USSR. കൺസ്യൂമർ ഗുഡ്സും കാര്യങ്ങളിലൊക്കെ ഷോർട്ടേജ് ഉണ്ടായി. അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഒക്കെ ഫെയിലിയർ ആവാൻ തുടങ്ങി. ജനങ്ങളൊക്കെ വെസ്റ്റുകാർ എക്കണോമിക്കലി വളരെ അഡ്വാൻസ്ഡ് ആണെന്നുള്ള കാര്യങ്ങൾ അറിയാൻ തുടങ്ങി. ഇത് സോവിയറ്റ് യൂണിയന്റെ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലെ വീക്ക്നെസ്സസിന് കാരണമായി. ഇനി ഇവിടെ നോക്കിക്കേ, ആളുകൾക്കിടയിൽ നമ്മൾ പറഞ്ഞു നാഷണലിസം എന്ന് പറയുന്ന ഒരു തോട്ട് അവർക്കിടയിൽ വരികയാണ്. സുവേണിറ്റി, പരമാധികാരം എന്ന് പറയുന്ന ഒരു ആഗ്രഹം ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുന്നു? വളർന്നു വരുന്നു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 റിപ്പബ്ലിക്സുകൾ, ലൈക്ക് നമ്മൾ എസ്റ്റോണിയ, ലാറ്റ്വിയ, ജോർജിയ, ഉക്രൈൻ, ഇവരെല്ലാവരും ചേർന്നതാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പം ഇവർക്കിടയിൽ ഡോമിനേറ്റ് ആയി നിന്ന ആളാണ് റഷ്യ എന്ന് പറയുന്നത്. അപ്പം മറ്റുള്ളവർക്ക് തോന്നുകയാണ് നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, റഷ്യക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുള്ളൂ എന്നുള്ള മറ്റുള്ള ആളുകൾക്ക് തോന്നാൻ തുടങ്ങി. അത് സോവിയറ്റ് യൂണിയന്റെ അധപതനത്തിന് കാരണമായി. പിന്നെ നമ്മൾ നോക്കുന്നത് എന്താണ്? ഗോർബച്ചേവ് കൊണ്ടുവന്ന റിഫോംസ് അടുത്തതായിട്ട് നമുക്ക് നോക്കാം. മക്കളെ, മിഖായൽ ഗോർബച്ചേവ് എന്ന് പറയുന്നത് 1985 സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരായിരുന്നു? ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം USSRലെ ലാസ്റ്റ് പ്രസിഡന്റ് കൂടെയായിരുന്നു. അദ്ദേഹത്തിന്റെ പീരീഡിലാണ് USSR പൂർണ്ണമായിട്ട് ഡിസിൻറ്റഗ്രേറ്റഡ് ആയി പോകുന്നത്. 2 റെവല്യൂഷണറി ആയ റിഫോംസ് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്, പെരസ്ട്രോയിക്കയും ഗ്ലാസ്നോസ്റ്റും. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇത് സോവിയറ്റ് യൂണിയന്റെ അധപതനത്തിന് എന്തു കൂട്ടി? ആക്കം കൂട്ടി എന്ന് നമുക്ക് പറയാം. ആൻഡ് ഈ റിഫോംസ് സോവിയറ്റ് യൂണിയൻ കൂടുതൽ ഫെയിലിയർ ആവാൻ കാരണമായി. സോവിയറ്റ് എക്കോണമി എന്ത് ചെയ്തു? തകർന്നു. പെരസ്ട്രോയിക്ക എന്ന് പറയുന്നത് മക്കളെ ഓപ്പൺനെസ്സാ. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ട്രാൻസ്പെറൻസിയും ഓപ്പൺനെസ്സുമാണ് പെരസ്ട്രോയിക്ക എന്ന് പറയുന്നത്. ഗ്ലാസ്നോസ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് സിസ്റ്റം എന്ത് ചെയ്യുക? റീസ്ട്രക്ചറിങ് ചെയ്യുക. അതായിരുന്നു ആര്? ഗോർബച്ചേവ് ഉദ്ദേശിച്ചത്. പക്ഷെ എന്ത് സംഭവിച്ചു? അത് എന്ത് ചെയ്തു?
ഫെയിലിയർ ആയിപ്പോയി. അദ്ദേഹത്തിന്റെ റിഫോംസ് നോക്കി മക്കളെ പ്രോപ്പറായിട്ട് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ റിഫോംസ് കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ലക്ഷ്യം എന്താണ്, എയിം എന്താണ്, നമ്മളെ വെസ്റ്റിലുള്ള പോലെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആവുക, ഇന്റേണൽ ആയിട്ടുള്ള ഒരുപാട് വീക്ക്നെസ്സസ് ഉണ്ട് സോവിയറ്റ് പൊളിറ്റിക്സ് ആയാലും എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും. ഈ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ഈ വീക്ക്നെസ്സസ് ഒക്കെ മാറ്റുക, സോൾവ് ചെയ്യുക, സോവിയറ്റ് യൂണിയൻ വെസ്റ്റേൺ കൺട്രിയുമായുള്ള റിലേഷൻഷിപ്പ് കൂടുതൽ ഇംപ്രൂവ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു ഈ റിഫോംസ് കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന എന്ത് എയിം, ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഗോർബച്ചേവിന്റെ പരിഷ്കാരങ്ങൾ മുഴുവൻ എന്തായി, ഫെയിലിയർ ആയിപ്പോയി. അങ്ങനെ ആളുകൾ എന്ത് ചെയ്തു, പീപ്പിൾ ഓഫ് ഈസ്റ്റേൺ കൺട്രീസ് ദ ആലി ഓഫ് USSR വോ എഗെയിൻസ്റ്റ് ദ കമ്മ്യൂണിസ്റ്റ് റൂൾ, കമ്മ്യൂണിസ്റ്റ് റൂളിന് എതിരായിട്ട് എന്ത് ചെയ്തു, ആളുകൾ വരാൻ തുടങ്ങി. ആളുകൾക്കിടയിൽ നാഷണലിസം, സൊവേണിറ്റി എന്ന് പറയുന്ന ഒരു ഐഡിയ ആളുകൾക്കിടയിൽ കൂടി വന്നു. ദെൻ പിന്നെ റഷ്യക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ത് ചെയ്തു, ഒരു ഇഷ്യൂ ആയി മാറി. അങ്ങനെ 1991 ഡിസംബർ 26 ബോറിസ് യെൽസ്റ്റിൻ്റെ, റഷ്യൻ പ്രസിഡന്റായ ബോറിസ് യെൽസ്റ്റിൻ എന്ത് ചെയ്യാണ്, അവര് അതേപോലെ തന്നെ ഉക്രൈൻ, ബെലാറസ് ഇവരൊക്കെ ഇൻഡിപെൻഡന്റ് ആയി എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തിട്ട് എവിടുന്ന് പോകുന്നു, നമ്മുടെ USSR പോകുന്നു. അങ്ങനെ പോസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക് അഡോപ്റ്റ് ചെയ്തത് ക്യാപിറ്റലിസം, ഡെമോക്രസി എന്ന് പറയുന്ന ഐഡിയാസ് ആയിരുന്നു. റഷ്യ വാസ് ആക്സെപ്റ്റഡ്, സോവിയറ്റ് യൂണിയന്റെ എന്താണ് പിൻഗാമി ആയിട്ട് സക്സസർ ആയിട്ട് ആര് വരുന്നു, പിന്നീട് അങ്ങോട്ട് റഷ്യ വരുന്നു. ബോറിസ് യെൽസ്റ്റിൻ എന്ത് ചെയ്യുന്നു, റഷ്യയിലെ ഫസ്റ്റ് പ്രസിഡന്റായി 1991 മുതൽ 1999 വരെ എന്ത് ചെയ്യുന്നു, ഉണ്ടാകുന്നു. ഈ സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റ് ആയി പോയതിന്റെ കോൺസിക്വൻസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റ് ആയതോടുകൂടെ കോൾഡ് വാർ അവസാനിച്ചു. അത്രയും കാലത്തോളം ലോകത്ത് കോൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആര് തമ്മിൽ, US-ഉം USSR തമ്മിൽ. അതെന്ത് ചെയ്തു, എൻഡായി. പവർ റിലേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പുതിയ എക്കണോമിക്കലി എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയി പോയതിനെ തുടർന്ന് പുതിയ ഒരുപാട് കൺട്രീസ് എന്ത് ചെയ്തു, മൂജായി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റ് ആയതിനെ തുടർന്ന് ഉണ്ടായി. അപ്പോൾ ദാ ഇവിടെ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടെ പറയാണ്. കോൾഡ് വാർ അവസാനിച്ചു. അങ്ങനെ കോൾഡ് വാർ അവസാനിച്ചപ്പോഴത്തേക്കും അത്രയും കാലത്തോളം ലോകത്തിൽ സൂപ്പർ പവേഴ്സ് എന്ന് പറയുന്നത് US-ഉം USSR ആണ്. USSR തകർന്നതോടെ ഒരു സൂപ്പർ പവറായിട്ട്, സോളോ സൂപ്പർ പവറായിട്ട് US മാറുന്നു. ഒരുപാട് ഈസ്റ്റേൺ കൺട്രീസിനൊക്കെ സോവറിൻ സ്റ്റേറ്റ് ആയി മാറുന്നു. ക്യാപിറ്റലിസം അതേപോലെ തന്നെ ലിബറൽ ഡെമോക്രസിയും ഒക്കെ എന്ത് ചെയ്തു, വേൾഡിലെ ഡോമിനേറ്റ് ചെയ്ത ഐഡിയോളജീസ് ആയി മാറി. സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാൻ ചെയ്തു. കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡൻസ് സ്റ്റേറ്റ്സ് CIS ഫോം ചെയ്തു. റഷ്യ സോവിയറ്റ് യൂണിയന്റെ സക്സസറായി മാറി. അതേപോലെ തന്നെ UN സെക്യൂരിറ്റി കൗൺസിൽ റഷ്യക്കൊരു സീറ്റ് എന്ത് ചെയ്യാനും എൻഷുർ ചെയ്യാനും സാധിച്ചു. ഇതൊക്കെയാണ് സോവിയറ്റ് യൂണിയന്റെ ഡിസിൻറ്റഗ്രേഷനെ തുടർന്ന് ഉണ്ടായ കാര്യങ്ങളൊക്കെ. അപ്പോൾ എങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റ് ആയി പോയെന്നൊക്കെ മനസ്സിലായില്ലേ? ഇത് നമുക്ക് 8 മാർക്കിന്റെ ഒരു essay ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് വേണം മക്കൾ ഈ ഒരു essay എഴുതാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇതേപോലുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കോണ്ടന്റ് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്സിനെ കുറിച്ചാണ് കൂടുതൽ അറിയേണ്ടത്, കോണ്ടന്റ്സ് വേണ്ടതെന്ന് വെച്ചാൽ മക്കൾ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.